നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സത്യം പറയാമല്ലോ, ശ്രീലങ്കയോടേറ്റ ഈ ഏകദിന പരമ്പരയിലെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു. പ്രത്യേകിച്ച് ശ്രീലങ്കൻ ക്രിക്കറ്റ് സമീപകാലത്ത് അത്ര മികച്ച രൂപത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. അടുത്ത ചാമ്പ്യൻസ് ട്രോഫിക്ക് പോലും അവർക്ക് യോഗ്യതയില്ല എന്ന കാര്യം ഓർക്കുക. അങ്ങനെയുള്ളൊരു ടീമാണ് ടീം ഇന്ത്യയെ ഇങ്ങനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതും 110 റൺസിനൊക്കെയാണ് അവസാന മത്സരം തോറ്റത്. പരമ്പര 2-0 കൈവിട്ടു, ഒരു കളി സമനിലയായി. അപ്പോൾ ഈ പരമ്പര ഇന്ത്യൻ ടീമിന് മുന്നിൽ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതൊരു ഐ ഓപ്പണർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന തോൽവിയാണ്. കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് തിരുത്താനുണ്ട്. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി അടുത്തടുത്ത് വരുന്നു. അടുത്ത ഫെബ്രുവരിയിലാണ് ചാമ്പ്യൻസ് ട്രോഫി. അതിന് മുന്നോടിയായിട്ട് ഇനി 3 മത്സരങ്ങളെ ഏകദിന മത്സരങ്ങൾ ഇന്ത്യക്ക് കളിക്കാനുള്ളൂ എന്നിരിക്കെ ഇതൊരു ബിഗ് ഐ ഓപ്പണർ തന്നെയാണ്. ഇന്ത്യൻ ടീമിന് മുന്നിലേക്ക് വരുന്ന 5 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം സ്വാഭാവികമായിട്ടും ആ ഒരു കോംപ്ലസൻസിയുടെ കാര്യമാണ്. ഇതും വേൾഡ് കപ്പൊക്കെ വിജയിച്ചു, അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ അടുത്ത മത്സരങ്ങളൊക്കെ വരുമ്പോൾ അത്ര ഒരു പ്രാധാന്യം കൊടുക്കാത്ത മാനസികാവസ്ഥയിലാണോ ഇന്ത്യൻ ടീം കളിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായ ചോദ്യമാണ്. സാധാരണ അങ്ങനെ വരാറുണ്ട്. ഒരു വലിയ നേട്ടം അച്ചീവ് ചെയ്തതിന് ശേഷം ഇനി എന്ത് എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അതനുസരിച്ച് താരങ്ങൾക്ക് അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് വരാനും സാധ്യതയുണ്ട്. ഇത് നായകനോട് തന്നെ ചോദിച്ചു. ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം, ആ ഒരു കോംപ്ലസൻസി ഉണ്ടായിരുന്നോ, അതുണ്ടോ, T20 വേൾഡ് കപ്പ് വിജയിച്ചതിൻ്റെ ആ ഒരു തോന്നലുണ്ടോ എന്നുള്ള ചോദ്യം രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോ, അതൊരു തമാശയാണ്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ക്യാപ്റ്റനായിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയേ ഉണ്ടാവില്ല. ഇവിടെ ശ്രീലങ്ക നന്നായിട്ട് കളിച്ചു, അവർ ഞങ്ങളെക്കാൾ നന്നായിട്ട് കളിച്ചു, അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നായകൻ രോഹിത് ശർമ്മ പറയുന്നത്. എന്തായാലും ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഇപ്പോഴും വിട്ടൊഴിയാതെ നിൽക്കുന്നുവോ? ഏതായാലും അങ്ങനെ പറഞ്ഞു നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. താരങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായാലും മാറും വരും മത്സരങ്ങൾക്ക് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ പേര് കേട്ട സ്പിന്നർമാർക്കെതിരെ കളിക്കാനുള്ള എബിലിറ്റി അവിടെ പോയി. നമുക്കറിയാം, എപ്പോഴും സ്പിന്നർമാർക്കെതിരെ കളിക്കാൻ ഇന്ത്യൻ ബാറ്റർമാരെ കഴിഞ്ഞിട്ടേ ലോകത്താളുള്ളൂ എന്നതാണ് പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഷെയ്ൻ വോണിനെ അടക്കം നമ്മുടെ ബാറ്റർമാരെ എങ്ങനെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു എന്നതുകൂടി നോക്കുക. പക്ഷെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ സ്പിൻ കെണി ഒരുക്കി വിജയിച്ച് കയറുന്ന ശ്രീലങ്കയെ കാണുമ്പോൾ ആ ചോദ്യം വീണ്ടും ഉയരുന്നില്ലേ? സ്പിന്നർമാർക്കെതിരെയുള്ള ആ എബിലിറ്റി എവിടെ പോയി? ഇന്ത്യയെ യഥാർത്ഥത്തിൽ സ്പിൻ ഉപയോഗിച്ച് ഡിസ്മാൻഡിൽ ചെയ്യുകയാണ് ചെയ്തത് ശ്രീലങ്ക. ഇപ്പോൾ ക്രിക്കറ്റ് ഹിസ്റ്ററി എടുത്താൽ ഒരു 3 മത്സരങ്ങളെങ്കിലുമുള്ള ODI സീരീസിൽ, മെൻസിൻ്റെ ODI സീരീസിൽ, 3 മാച്ച് മെൻസ് ODI സീരീസിൽ സ്പിന്നർമാർക്ക് ഏറ്റവും അധികം വിക്കറ്റുകൾ കൊടുത്ത ടീമായിട്ട് ഇന്ത്യ മാറുകയാണ് ഈ സീരീസോടുകൂടി. സ്പിന്നർമാർ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത 3 മാച്ച് സീരീസ് പാപ്പുവ ന്യൂഗിനിയ വേഴ്സസ് ഹോങ്കോങ് 2016 21 വിക്കറ്റാണെന്ന് പാപ്പുവ ന്യൂഗിനിയുടേത് ഹോങ്കോങ്ങിന്റെ സ്പിന്നർമാർ എടുത്തത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ വിക്കറ്റുകൾ 21 പാകിസ്ഥാൻ 2011 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും അധികം വിക്കറ്റുകൾ സ്പിന്നേഴ്സ് എടുത്ത 3 മാച്ച് ODI സീരീസ്. പക്ഷെ അതിപ്പോൾ തിരുത്തപ്പെടുകയാണ്. ഇന്ത്യക്കെതിരെ ശ്രീലങ്ക 27 വിക്കറ്റുകൾ, അതായത് 30 വിക്കറ്റുകളിൽ 27 വിക്കറ്റും സ്പിന്നർമാരെടുത്തു. സ്പിന്നർമാർക്ക് മുന്നിലാണ് ടീം ഇന്ത്യ വീണ് പോയത്. അതും പാർട്ട് ടൈം ബോളറായിട്ടുള്ള ചരിത്ത ശ്രീലങ്കയൊക്കെ വിക്കറ്റുകൾ അങ്ങനെ വാരിക്കൂട്ടി പോകുന്നു. പിന്നെ വല്ലപ്പോഴും വന്നു പോകുന്ന ടീമിൽ വല്ലപ്പോഴും വന്നു പോകുന്ന ജെഫ്രി വാൻഡർസെയൊക്കെ ഹീറോയുടെ ഹീറോയായിട്ട് വളരുന്നു. അപ്പോൾ എവിടെയോ ആ സ്പിന്നിനെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും സ്പിന്നേഴ്സിനെതിരെ നമ്മുടെ ബാറ്റർമാർ പുലികളാണ് ആയിരുന്നു. എന്ത് സംഭവിക്കുന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് കോഹ്ലിയൊക്കെ 3 തവണ സ്പിന്നർക്കെതിരെ LBW ആവുന്നു ഏകദിനത്തിൽ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. സോ അത് ഒരു വലിയ ചോദ്യമാണ്. സ്പിന്നേഴ്സിനെ കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യൻ ടീമിൻ്റെ എബിലിറ്റി എവിടെ? ഇന്ത്യൻ ബാറ്റർമാരുടെ സ്പെഷ്യൽ എബിലിറ്റി എവിടെ? ഒരു കാര്യം കൂടി പറയട്ടെ, അതോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യമാണ്.
ഈ വർഷം ഇന്ത്യ 3 ഏകദിനങ്ങളെ ആകെ കളിച്ചുള്ളൂ, 3ഉം വിജയിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യ ഒറ്റ ഏകദിനങ്ങളും വിജയിക്കാതിരുന്ന ഇതിനു മുമ്പ് 10-40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇതിനു മുമ്പ് 3 വർഷങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ തവണയാണ്. 1974 ഏകദിന ക്രിക്കറ്റിലൊക്കെ തുടക്കകാലമാണത്. 2 മത്സരങ്ങൾ മാത്രം കളിച്ചൊരു വർഷം ഒറ്റ കളിയും വിജയിച്ചില്ല. 76 2 മത്സരങ്ങൾ മാത്രം കളിച്ചൊരു വർഷം ഒറ്റ കളിയും വിജയിച്ചില്ല. 79 3 മത്സരങ്ങൾ മാത്രം കളിച്ചു, ഒറ്റ കളിയും വിജയിച്ചില്ല. ആ 79 ശേഷം 2024 പിന്നെ ഇന്ത്യ ഒരൊറ്റ ഏകദിന മത്സരങ്ങളും വിജയിക്കാത്ത ഒരു വർഷം ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, T20 സ്പ്രീ, T20 മത്സരങ്ങളുടെ അതിപ്രസരം ഏകദിന മത്സരങ്ങൾ കളിക്കുന്നതിൽ താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? പെട്ടെന്ന് ആ ഒരു രൂപത്തിൽ കളിക്കുന്നതിൽ നിന്ന് ഇങ്ങോട്ട് മാറുക എന്നുള്ളത്. അപ്പം പറയും T20 സീരീസിലുള്ള പല താരങ്ങളും ഇതിലില്ലല്ലോ എന്നൊക്കെ. ശരിയാണ്. പക്ഷേ ഈ കോഹ്ലി ആണെങ്കിലും രോഹിത് ആണെങ്കിലും ഒക്കെ ഏകദിനം കളിച്ചിട്ട് എത്രയായി? ഏറ്റവും ഒടുവിൽ അവർ കളിച്ചത് T20 വേൾഡ് കപ്പ് ആയിരുന്നു. അപ്പോ അത് പൊതുവെ അങ്ങനെ ഒരു സംസാരം ക്രിക്കറ്റ് ലോകത്ത് തന്നെ ഉണ്ട്. ഏകദിനം എന്നുള്ള ഫോർമാറ്റ് അങ്ങനെ പ്രാധാന്യം കുറഞ്ഞില്ലാതായി പോകുന്നുവോ എന്നുള്ളത്, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കുറയുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ പ്രധാനമായിട്ടും ഈ T20 മത്സരങ്ങളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് ഇന്നിങ്സുകൾ കളിക്കാൻ ബാറ്റർമാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ്. ഇപ്പം 26 ഓവറിലാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓൾ ഔട്ടായത്. അത് എല്ലാ മത്സരങ്ങളിലും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അവിടെയൊക്കെ ആ T20 മൈൻഡ് സെറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ അപ്ലൈ ചെയ്തു നിന്ന് ലോങ് ഇന്നിങ്സുകൾ കളിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താരങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? ബിഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതോടൊപ്പം 4th ക്വസ്റ്റ്യൻ വരുന്നത്, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇനി ഒറ്റ സീരീസ് ഉള്ളൂ, അത് മതിയോ? അത് ഇനഫ് ആണോ? 1 more സീരീസ്, അത് മാത്രമേ ഇനി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യക്ക് കളിക്കാനുള്ളൂ ഏകദിനത്തില്. അത് അടുത്ത വർഷമാണ്. ഈ വർഷം ഇനി ഏകദിന മത്സരങ്ങളില്ല. ഇംഗ്ലണ്ടിനെതിരെ 3 മത്സരങ്ങൾ കളിക്കുന്നത്, അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയാണ് വരുന്നത്. അപ്പം അത് മതിയോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. താരങ്ങളുടെ മൈൻഡ് സെറ്റ് ഇനിയിപ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ, T20 മത്സരങ്ങൾ ഇങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഒറ്റ ഏകദിന സീരീസ് മാത്രമാണ് ഷെഡ്യൂളിലുള്ളത്. അത് മതിയോ എന്ന ചോദ്യം വരുന്നു. അവസാനമായിട്ട് ഗംഭീറിന്റെ കാര്യമാണ്. ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിലെ, അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ക്രിക്കറ്ററായിരുന്നു. പക്ഷെ കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഇത് ഒറ്റ സീരീസ് കൊണ്ട് ഗംഭീറിന് എഴുതി തള്ളുകയല്ല, അങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിന്റെ മാജിക് വരും മത്സരങ്ങളിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. പക്ഷെ ചില ചോദ്യങ്ങൾ അവിടെ ഇല്ലേ? ടീം സെലക്ഷനിലും മറ്റുമൊക്കെ പിഴവുകൾ, പാളിച്ചകൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് 2ാം മത്സരത്തിലൊക്കെ പിച്ചിന്റെ സ്വഭാവം സ്പിൻ ബൗളിങ്ങിനെ വല്ലാതെ തുണക്കുന്ന സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു. അത് റീഡ് ചെയ്തതിൽ പിഴച്ചു എന്നുള്ളത് 2ാം മത്സരത്തിൽ ചോദ്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ശ്രീലങ്ക ഒറ്റ പേസ് ബൗളറെയും ബാക്കി 5 സ്പിന്നർമാരെയും വെച്ച് കളിക്കുമ്പോൾ ഇന്ത്യ 3 സീമർമാരെ വെച്ച് കളിച്ചു. ദ്യൂബെ അടക്കം 3 സീമർമാര്. ഇന്ത്യക്ക് 3 സ്പിന്നർമാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ രോഹിത് ഒക്കെ ബൗൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ പിഴച്ചില്ലേ എന്നുള്ളതാണ് ചോദ്യം. അവസാന കളിയാകുമ്പോഴേക്കും അത് തിരുത്തി. കാരണം റിയാൻ പരാഗിനെ കൊണ്ടുവന്ന ഒരു പേസ് ബോളറെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ സാഹചര്യങ്ങൾ റീഡ് ചെയ്യുന്നതിൽ ഗംഭീർ അടക്കമുള്ള തിങ്ക് ടാങ്കിന് പരാജയം വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഗംഭീർ സംബന്ധിച്ചിടത്തോളം മുമ്പ് എവിടെയും അദ്ദേഹം കോച്ചായിട്ടില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലോ അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ ഒന്നും എവിടെയും അദ്ദേഹം കോച്ചല്ല. IPL-ലും കോച്ചല്ല. IPL അദ്ദേഹം മെന്റർ റോൾ മാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ നേരിട്ട് ഇന്ത്യൻ ടീമിന്റെ കോച്ചാവുകയാണ്. അപ്പൊ അവിടെ ചില പാളിച്ചകൾ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ജോഗിന്ദർ ശർമ്മയെ പോലുള്ളവരൊക്കെ നീണ്ടകാലം ഗംഭീർ കോച്ചായിട്ട് വാഴില്ല, അദ്ദേഹം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ആളാണ്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊക്കെ നിരീക്ഷണങ്ങൾ നേരത്തെ നടത്തുന്നു. അത് നമുക്ക് മാറ്റിവെക്കാം, അതല്ല കാര്യം. ഇവിടെ ഗംഭീരമായിട്ട് തുടങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷക്ക് വിഘാതമായതാണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഈ കണ്ടീഷൻസ് റീഡ് ചെയ്യുന്നതിലും ടീം അംഗങ്ങളെ പ്രചോദിപ്പിക്കുന്നതിലും ഒക്കെ കോച്ച് എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ടോ? ഒറ്റ സീരീസ് കൊണ്ട് വിലയിരുത്തേണ്ടതില്ല, പക്ഷെ അത്തരം സൂചനകൾ വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവരാം.